നൂറ് ബർക്കത്ത് വേണ ബർക്കത്ത് ഞാൻ പറഞ്ഞില്ലേ തങ്ങളടുത്ത് പോയിട്ട് കൊണ്ടുവന്നല്ല, തങ്ങളടുത്ത് പോകണ്ടെന്നല്ല. എല്ലാ മഹാന്മാരെ കാണണം. തങ്ങളും വേണം, സദാത്തങ്ങളും വേണം, ആ തങ്ങളും വേണം, ഈ തങ്ങളും വേണം, മഹാന്മാരെല്ലാം വേണം. അതോടൊപ്പം എന്ത് വേണോ? അസർ നിസ്കാരം വേണോ? അപ്പൊ ആഫിയത്തുള്ള തരുന്നു, ബർക്കത്തുള്ള തരുന്നു. ആ അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ അസർ ആഫിയത്ത്, ളുഹ്ർ ബർക്കത്ത്, മഗ്രിബ് ഖബറിലെ സലാമത്ത്. ഖബറിലെ സലാമത്താവണോ? മഗ്രിബ് നിസ്കരിക്കാം. പിന്നെ 2 നിസ്കാരമുണ്ട്. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ദോ നമാസ് ഇക്കട്ഠി പകടോ ജന്നത്ത് മേ ജായേഗാ. 2 നിസ്കാരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. 2 നിസ്കാരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരമാണ്. ഇശാവും സുബ്ഹി നിസ്കരിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് മുഅ്മിനുകളെ, ഇശാ ഒഴിവാക്കണ്ട, സുബ്ഹി ഒഴിവാക്കണ്ട. അതല്ലേ സുബ്ഹിക്ക് സ്പെഷ്യലായിട്ട് മുഅദ്ദിൻ സാഹിബ് ബാങ്ക് കൊടുക്കില്ലേ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നീന്ത് അച്ഛാ നഹീ നമാസ് അച്ഛാ ഹേ. നിസ്കാരമാണ് ഖൈറ്, ഉറക്ക് നല്ലതല്ല. അതിന്റെ അർത്ഥം അല്ല ഉസ്താദ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ തരാം. അന്നാമ ഖൈറു ചൊല്ലി കൊടുക്കും, ചെഞ്ചാക്കൊന്തീരെ ഉറക്ക് നല്ലത് നിസ്കാരം. ഇപ്പത്തെ കടാക്ക കേൾക്കും. അള്ളാഹ് ഉമ്മാന്റെ കാലിൽ സ്വർഗം കേട്ടപ്പോ ചെറിയ ഉമ്മാന്റെ കാലിൽ ചെരുപ്പല്ല ഉസ്താദ്, സ്വർഗം എങ്ങനെയാണ്? അള്ളാഹു ഞമ്മടെ മക്കളെ നന്നാക്കട്ടെ. അപ്പോ 2 നിസ്കാരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരമാണ്. ഏതല്ല? ഇശാഉ സുബ്ഹി. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബ്ഹി നമാസ് പഠോ തൂ അല്ലാഹ് കാ ഹത്ത് മേ ഹേ. പടച്ചവന്റെ കൈലാവണ നീ സുബ്ഹി നിസ്കരിച്ച്. സുബ്ഹി നിസ്കരിച്ചിട്ട് എന്ത് കച്ചവടത്തിൽ പോയെങ്കും ബർക്കത്തുണ്ട്, അല്ലാഹുവിന്റെ കയ്യിലുണ്ട്, പടച്ചവന്റെ സഹായമുണ്ട്. സുബ്ഹി നിസ്കരിച്ചിട്ട് എന്ത് കച്ചവടത്തിന് പോ, നിന്റെ വിഷയത്തിൽ പോ, നിന്റെ എന്ത് ഏർപ്പാടിന് പോ, അതിൽ ബർക്കത്തുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ സഹായമുണ്ട്. സുബ്ഹി നിസ്കരിച്ചിട്ട് പോയി. ഇനി സുബ്ഹി നിസ്കരിക്കാതെ പോയെങ്കില ഇബ്ലീസിന്റെ കയ്യിലുണ്ട്, നിന്നെ കുഴിക്കിടുന്ന ഗ്യാരണ്ടി തന്നെ. ലാ തനാമു ബഅദ സുബ്ഹി ഫഇന്നഹാ തൻഖസിമുൽ അർസാഖ്. സുബ്ഹിന്റെ ശേഷം വർക്ക് വേണ്ട, ഭക്ഷണം ഓഹരി വെക്കുന്ന സമയമാണത്. ഞാൻ സുബേസ്കേച്ച് പറഞ്ഞിട്ട് ചോറില്ല, ഇന്ന് കഞ്ഞിയില്ല, ഇന്ന് കച്ചവടം തന്നെ ഇല്ല. വീഡിയോയില് ആരോ സ്ഥിരാക്കിനാറാ തകട് വെച്ചിനാറാ. എന്ത് ഇതെന്നെ തകടാ? സുബൈ നിസ്കരിക്കാതെ പോയ കള്ള അതന്നെ നീക്ക് തകട്. നിന്റെ ഓളെ മുഖം നോക്കി പോയി നിസ്കരിക്കാതെ കള്ളത്തിന്റെ അതിനേക്കാൾ വില സീന് വേറെ ഉണ്ടാ? ഓൻ ചെന്ന് പൂച്ചനെ കണ്ട അതേ സോൾ, നായിനെ കണ്ട പൂച്ച നായ സോളല്ല. സോലേത് നിസ്കരിക്കാതെ കള്ളത്തിനെ കണ്ടുപോയി. ആ അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ വീട് എത്ര വലിയ വീടായെങ്കിലും ശരി, ആ വീട്ടിൽ ബർക്കത്താവണ. നിസ്കരിക്കുന്നവർ വേണോ, ദിക്ർ ചെല്ലുന്നവർ വേണോ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകട്ടെ. ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങളെ വീട് ഖബർ പോലെ ആവണ്ട. ഭയങ്കര വീടും 40 കോടിന്റെ വീട്, നമ്മുടെ വീട് ഒക്കെ എതിർ ഖത്തർ, ഉള്ളു ദുബൈ, കക്കൂസിലുണ്ടത്, ഉഡു മലേഷ്യത്തേത്, പിന്നെ ഭൂമി മാത്രം ഇന്ത്യത്തെ. മനസ്സിലായി? 40 കോടിന്റെ വീട്, എതിർ ഖത്തർ മോഡൽ, ഉള്ളു ദുബൈ, കക്കൂസിലുണ്ടത്, ഉഡു മലേഷ്യത്തേത്, ലൈറ്റ് സിംഗപ്പൂരിൻ്റെത്, ഭൂമി മാത്രം ഇന്ത്യത്തെ. അല്ലേ സാർ? പിന്നെ ശൈത്താൻ പുറക്ക് പേരല്ലോ എന്തമ്മ 40 കുപ്പി കയറ്റിനെ കമ്പൗണ്ട് മുഴുവനും കുപ്പി കുത്തിച്ചു വെച്ചേ, കുഴിച്ചു വെച്ചേ. ഗ്യാരണ്ടി വരില്ല. വരുവാ മഹാന്മാരായ ദാദാത്തുക്കൾ, ഔലിയാക്കന്മാർ, സാലിഹ്യങ്ങൾ, നല്ല അസ്മാവ് എടുക്കുന്നവർ നല്ല തകട് കൊണ്ട് അവിടെ പൂത്തി വെച്ചെങ്കിൽ ഇബ്ലീസ് ഉള്ളിലേക്ക് വരല്ല. ഗ്യാരണ്ടി തന്നെ. വരുവാ വരുവാ. നീ എന്ത് വിശ്വാസം ഇല്ലാത്തവർ കുപ്പി പൂത്തി വെച്ചിരിക്കും, വിശ്വാസം ഇല്ല. വരല്ല, ഒരു ശൈത്താനും വരല്ല. പക്ഷേ ശൈത്താൻ പുറത്തന്നെ വരണമെന്നില്ലല്ലേ, ഉള്ളിലാണ് ശൈത്താണ്. അതിന്റെ കൂടെ തന്നെ ഒരു വക്തി നിസ്കരിക്കാതെ കള്ളത്തി, ഒരു ദിക്റുമില്ല, ഒരു തസ്ബീഹില്ല, ഒരു ഹദ്ദാദില്ല, ഒരു റാത്തീബില്ല. ഓൻ പോകുമ്പോ നല്ല തവസ്സുറായി കോയിന് എന്തെല്ലാക്കി വെച്ചിനാണ്. മന്തി ബിരിയാണി, പാമ്പ് ബിരിയാണി, കുയ് ബിരിയാണി എല്ലാക്കി വെച്ചിനാണ്.
ഓൻ പോയിട്ട് തിന്നല്ലാതെ ഓളോട് കേട്ടാ നീ സ്കെച്ചിനെ നിന്റെ ഓളോട് നീ പോയിട്ട് എപ്പോഴും കേട്ടത് ഉണ്ടാറാ നിസ്കരിച്ചിനെ നീ ദുഹൂർ നിസ്കരിച്ച് മഗ്രിബ് നിസ്കരിച്ച് ഒരു ചോദ്യമില്ല 12 മണി രാത്രിക്ക് പോകുമ്പോന്നേ പാവം വർക്കില്ലാതെ കാത്തോണ്ട് ആ ബെഡിൽ വീട്ടുണ്ടാന്ന് ഓളോ അച്ഛനാകുമ്പോ വെല്ല പോയി അത് പോയിച്ചാ അതാ പോയി കൊച്ചാ എന്റെ ഓള് എന്റെ അയാൾ വന്നിട്ടേ ഇല്ലല്ലോ ഓ 12 മണി രാത്രി വരുമ്പോ ഓൾ ബെഡിൽ ഉറങ്ങിയിട്ടുണ്ടോ ചിലപ്പോ വന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട് ഇപ്പൊ ബാദർ മുട്ടുന്ന പരിപാടിയില്ല ബെല്ലടിക്കുമ്പോ മഗ്രിബ് ആൾക്കാർക്ക് അന്തറാവോ അസ്സലാമു അലൈക്കും ഉറുദു അല്ലെ മലയാളത്തിൽ ഉള്ളിൽ പേര് അസ്സലാമു അലൈക്കും ആയിരുന്നു ബെല്ല് ഓല്ല ഓണ് ബാദർ എടുത്തപ്പാട് എവിടെ പോയിട്ട് ശൈത്താനി ഓളോട് ചെല്ലിട്ടായി ഓക്ക് രണ്ട് പറിച്ചത് ശൈത്താൻ ഏടണ്ടായി തന്നെ ഓൺ പീത ശൈത്താനാവാതിരിക്കുവാളാ ആവട്ടെ ശൈത്താൻ ചെല്ലിയായിരുന്നു ആണ് നേരെ റൂമിലേക്ക് തന്നെ നിങ്ങളുടെ റൂമിലേക്ക് വന്ന് പോയി ചോറ് വയ്ക്കണം ഞാൻ ചോറ് വെച്ചിട്ട് വന്നേ നീ വേണമെങ്കിൽ വെച്ചിരിക്കടേ പോ എങ്ങനെ ആവുള്ളൂ എന്ത് ഓടെ വെച്ചില്ലേ ഞാൻ ചങ്ങായിമാരുടെ കൂടെ വിട്ട് ചിക്ക പക്ക കൊക്ക തിന്നിട്ട് വന്നേ അല്ലാ ഈ ഭാര്യ നല്ല തവഫ്രയാക്കി വെച്ചിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഭർത്താവിന്റെ കൂടെ കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യ സുബ്ഹാനല്ലാഹ് നിരാശയപ്പെടും എന്തൊരു കഷ്ടമാണ് അല്ലാ അതെടുക്കുമ്പോ അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞില്ലെങ്കിൽ സ്നേഹമുണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ ഭാര്യക്ക് മാത്രല്ല മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയണം അസ്സലാമു അലൈക്കും ചൊല്ലണം മോനെ ഭാര്യനെ കാണുമ്പോ ഉമ്മനെ കാണുമ്പോ മക്കളെ ബാപ്പ കാണുമ്പോ ഉസ്താദിനെ കാണുമ്പോ മാത്രല്ല സർവ്വ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ കണ്ടാലൂട സലാം കൊണ്ടൽ മുണ്ടൽ വേണ്ടത് സലാം കൊണ്ടിട്ടാണ് മുണ്ടൽ വേണ്ടത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇപ്പൊ സലാമുണ്ടാ ഉസ്താദിനെ കാണും അസ്സലാമു അലൈക്കും ഉസ്താദ് ബച്ചരിന്റെ സലാം ഉസ്താദ് പേടിച്ചിട്ട് വലൈക്കും സലാം ഉസ്താദ് ചോറ് വെച്ചാരാ മനസ്സിൽ വേറെ തന്നെ നോക്കിയോണ്ടല്ലേ എപ്പോ നിങ്ങൾ ഓടിക്കുന്നേ മുനാഫിഖ് ഇങ്ങനത്തെ സലാമല്ലാവല്ലേ ആചാർക്ക് അസ്സലാമു അലൈക്കും ആചാരേ നിങ്ങളുടെ ഫല നിങ്ങളുടെ കച്ചവടം കൈപോയി മനസ്സിൽ പേര് ഇതല്ല മുനാഫിക്കിന്റെ സലാം എന്ന് സലാം പറയുമ്പോ കണ്ടാലുടൻ സുബ്ഹാന റബ്ബി മുഞ്ചന മിണ്ടുന്നതും ഒരു ചന്തമല്ലത് ബൈനന കോഴിക്ക് തോന്നും കാടണം തന്നിഷ്ടന കാടൻ കോഴി നാടൻ കോഴിനെ കാണുമ്പോൾ വലിയ ഇഷ്ടം വിചാരിക്കും ശത്രു അതേപോലെ ഞമ്മ എന്തറിയോ ഉള്ളിലൊന്ന് പുറത്തൊന്ന് അസ്സലാമു അലൈക്കും ഇഖ്ലാസിന്റെ സലാം ഇല്ല ഇപ്പൊ അല്ലാഹു നമുക്ക് നല്ല ഇഖ്ലാസോടുകൂടി സലാം പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും നല്ല സലാം എന്ന മരുന്നുണ്ടല്ലേ സ്നേഹമുണ്ടാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ തമ്മിൽ സ്നേഹത്തോടുകൂടെ മുഹബ്ബത്തോടുകൂടെ ജീവിക്കണം നമ്മളെ ജീവിതം ഖൈറാവണം കാരണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ അല്ലാഹു സുബ്ഹാനഹു വ തആല മൗത്തിനെയും ഹയാത്തിനെയും നമുക്ക് തന്നത് എന്തിനാണെന്നറിയോ നല്ലവരാണെന്ന് നോക്കാൻ നല്ല അമൽ ചെയ്യുന്നവരാരാണെന്ന് കാണാനാണ് പടച്ച റബ്ബ് നമുക്ക് ഹയാത്തും മൗത്ത് തന്നത് ജീവിതവും മരണവും അല്ലാഹു തന്നത് ആരാണ് കൂടുതൽ നല്ല അമൽ ചെയ്യുന്നവർ എന്ന് കാണാനാണ് അല്ലാഹു നല്ല അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ അപ്പോ 5 വക്ത് നിസ്കാരത്തിൽ മൗത്തും ഞാൻ പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന നിസ്കാരമാണ് 2 നിസ്കാരം ഇശാവും സുബ്ഹിയും സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ഒരു ഒട്ടകം ഓടി വരുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ഒട്ടകം ഓടി വരുന്നു അൽ അമാൻ യാ റസൂലല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തണം നബിയേ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തേ കാരണം എന്തേ യാ റസൂലല്ലാഹ് എന്റെ ബാക്കിൽ കൂടി അതാ ചെറുപ്പക്കാർ കത്തിയും കയറുമായി വരുന്നു നബിയെ എന്നെ അറുത്തിട്ട് ഇറച്ചി തിന്നാൻ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി അല്ലയോ ഒട്ടകമേ ഹലാലല്ലേ അവർ തിന്നോട്ടെ യാ റസൂലല്ലാഹ് ഞാൻ ഹലാലായ സാധനമാണ് തിന്നാൻ പറ്റിയവനാണ് പക്ഷേ ഇവർ തിന്നാൻ പാടില്ല നബിയേ കാരണം ഇന്നലെ ഇശാ നിസ്കരിച്ചിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹി ഒട്ടക ചെല്ലമ്മ
ഇന്നലെ ഇസ്ലാം നിസ്കരിക്കാത്ത കാരണം കൊണ്ട് എന്റെ ഇറച്ചി അവിടെ തിന്നാൻ പാടില്ല. ഞമ്മ തിന്നുന്ന മീനുണ്ട് അയില എത്ര ചെല്ലിട്ടുണ്ടാവും, കള്ള തിന്നോണ്ടുള്ള നിസ്കരിച്ചിട്ടില്ല. ഫുഡ് ഫൈസന അവതരിക്കുക. നല്ല കോഴിയും കോഴി ചെല്ലിക്കൊണ്ടാവും തിന്നോണ്ടുള്ള നിസ്കരിച്ചിട്ടില്ല, ബിസ്മി ചൊല്ലിയിട്ടില്ല, ശപിച്ചോണ്ടുണ്ടാവും. മീനുകളും പശലകളും നമ്മൾ തിന്നുന്ന എല്ലാ പച്ചക്കറി സാധനവും തസ്ബീഹ് ചൊല്ലുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, മീന് തസ്ബീഹ് ചൊല്ലുന്നു, പ്രാവുകൾ തസ്ബീഹ് ചൊല്ലുന്നു. അതിനെല്ലാം പിടിച്ചിട്ട് അടുത്ത് നമ്മൾ തിന്നുമ്പോ അത് ശപിക്കാതിരിക്കുക. ഈ തസ്ബീഹ് ചൊല്ലുന്ന എന്നെ തിന്നിട്ട് പോണ ഒരു തസ്ബീഹ് ചൊല്ലില്ലല്ലേ, ഒരു ബിസ്മി ചൊല്ലില്ലല്ലേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്റെ മുഅ്മിനുകളെ. അതുകൊണ്ട് ശാപത്തിന് അർഹരാവേണ്ട. നമ്മ തിന്നുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ട് തിന്നണം. കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടിക്കുന്നതും തിന്നുന്നതും വലത്തെ കയ്യിലാവണം, ഇടത്തെ കയ്യിലാവാൻ പാടില്ല. ഇപ്പൊ ഈ ബെപ്പാശിച്ച് വന്നല്ലോ, ഇത് ഞാനെല്ലാം ബെപ്പമാറായിട്ടുണ്ട്. എന്ത് രണ്ട് കൈ തിന്നേ അവിടെ അത്ര ഉണ്ട് തിന്നന്റെ അമ്മ 4 കൈയിൽ നിന്ന് തന്നെങ്കിൽ പഠിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. അത്ര സാധനങ്ങളോട് തിന്നവന് ഒരു തിന്നുന്നത് പോലും ഇന്ന് ബ്രേക്കില്ല. അള്ളാഹുവിന്റെ ഓർമ്മയില്ലാതെയുള്ള തിന്നല് പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. ഒരു ഭക്ഷണം അള്ളാഹു തരുമ്പോ എങ്ങനെ തിന്നണം, എങ്ങനെ കുടിക്കണം. ഒരു കുടിക്കുമ്പോ എത്ര സുന്നത്ത് നമുക്ക് കിട്ടുന്നു മോമിനിങ്ങളെ. ബിസ്മി ചൊല്ലൽ സുന്നത്ത്, വലത്ത് കയ്യിൽ കുടിക്കൽ സുന്നത്ത്, അൽഹംദുലില്ലാഹ് അതും സുന്നത്ത്. ഒരുപാട് സുന്നത്ത് നിങ്ങൾ നൽകുന്ന ഒരു കുടിനീർ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ അത് തിന്നുന്ന സമയത്ത് ഒട്ടാസി തിന്നാൻ പാടില്ല. വലത്തെ കയ്യിൽ സിഗരറ്റ്, ഇടത്തെ കയ്യിൽ കുടി. എങ്ങനാവും? വലത്തെ കയ്യിൽ ബീഡി സിഗരറ്റ്, ഇടത്തെ കയ്യിൽ സോഡ. വലിക്കുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയ, നോക്കുന്ന പക്ഷം ആഫത്തുണ്ടൊരു കോടിയ. വലിക്കുന്ന ബീഡി ആഫത്തൊരു കോടി. അതെ, ബീഡി വലിക്കുന്ന പോലെ കളർ വരല്ല. എന്താ ഊണിക്ക് ചുമ തുടങ്ങി പിന്നെ കളർ വരണേ. ബീഡി വലിച്ചിട്ട് ചുമ 24 ഘട്ട ചുമച്ചു കളറും ഹയാത്തുള്ളായിട്ട് ബാക്കിൽ പോകുന്നല്ലേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ ഒരുപാട് വർക്ക് കഴിഞ്ഞ് വരാം. 12:30 മണി വരെ ബദർ യുദ്ധത്തിന്റെ എല്ലാ സംഗതി കേട്ടവരാണ്. ബദർ ആവട്ടെ, ഉഹുദാവട്ടെ, ഖന്തഖാവട്ടെ, അത് ചെല്ലും പോലെ ചെല്ലണം, കേൾക്കും പോലെ കേൾക്കണം. അത് കേൾക്കുന്ന സമയത്ത് ബദരീങ്ങളെ സംഭവം കേൾക്കുമ്പോ ആരാണ് ബദരീങ്ങളെന്ന് മനസ്സിലാക്കണം. അത് തമാശ പറയേണ്ട സമയമല്ല. ബദരീങ്ങളെ പേര് തമാശയോട് പറയേണ്ട വിഷയമല്ലത്. അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യപ്പെട്ടവരെ പറ്റി നിന്റെ മനസ്സിൽ പോകും നീ കരുതിയിരണ്ട. അവർ മരിച്ചവനാണെന്ന് കരുതണ്ട, അവർ ജീവനുള്ളവരാണ്. ഇന്നും ബദൽ പോയി കാണാം. 14 പേർ ശുഹദാക്കളുടെ പേര് ഇന്നും ബദൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലേ? കണ്ടിട്ടില്ല? കണ്ടവരെല്ലാം ബദൽ പോയവരൊക്കെ അൽഹംദുലില്ലാഹ് കണ്ടിട്ടുണ്ട്. 14 പേർ ബദരീങ്ങളെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബദർ മൈതാനിൽ ഒരു വലിയ കമ്പൗണ്ട് മരണപ്പെട്ട് കിടക്കുന്നവർ, അവർ ജീവനുള്ളവരാണ്. ബദരീങ്ങളെ തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി وكل مجاهد لله واهل البدر يا الله صلاة الله طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ബദരീങ്ങളെ തവസ്സുലാക്കുമ്പോ, ബദരീങ്ങളെ പേര് ചൊല്ലുമ്പോ നല്ല മനസ്സ് ഞാൻ ചെല്ലില്ലേ. ഏത് വേളാവട്ടെ, ഉപദേശമാവട്ടെ, നിസ്കാരമാവട്ടെ, ദിക്റാവട്ടെ, തസ്ബീഹാവട്ടെ ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സ് നല്ല ക്ലിയർ വേണം. ക്ലിയർ ഇല്ലെങ്കിൽ ഞമ്മളെ മനസ്സ് ദിൽ സാഫ് കർന അമൽ മഖ്ബൂൽ ഹേ, ദിൽ സാഫ് നഹീതു അമൽ ഗൈറു മഖ്ബൂൽ ഹേ. മനസ്സ് ശരിയില്ലേ അമൽ സഹിയല്ല. അതുകൊണ്ട് നല്ല ക്ലിയറായ മനസ്സിൽ ഇബാദത്ത് എടുക്കണം. ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായ നിസ്കാരം അല്ലാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. നമ്മളെ ഇബാദത്ത് അല്ലാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. നമ്മളെ സമർക്ക ജമാഅത്ത് അൽഹംദുലില്ലാഹ് നല്ല ഐക്യത്തിലും യോജിപ്പിലുണ്ട്. അൽഹംദുലില്ലാഹ് എന്നേക്കും അല്ലാഹു യോജിപ്പിലും സന്തോഷത്തിലും ആക്കട്ടെ. അതുകൊണ്ട് പള്ളിയിലേക്ക് നല്ല പൈൻ്റ് എല്ലാം കൊടുത്തില്ലേ? പൈൻ്റ് എല്ലാം കൊടുത്തിനല്ലേ?
പൈസ എല്ലാം കിട്ടിയ ചില സ്ഥലത്ത് വേദന പോയിട്ടാകുമ്പോൾ 800 8,000 ഇൻട്രസ്റ്റ് ചെല്ലുന്ന ഔത്ത് പോയിട്ട് പോലെ പറിച്ചത് നിങ്ങൾ 500 ചെല്ലിനെ വേറെ പണിയില്ല, നിങ്ങൾ എവിടെ കൊടുക്കുന്നേ? ഓമ്പേക്കടിച്ച 1 കോടി എന്തിനാ കോട്ടിയിൽ എന്തിനാ മനസ്സിലാക്കിയത്? കോട്ടിന് എത്ര 100 ഉണ്ട് എനിക്കൊന്നുണ്ട. ഇൻട്രസ്റ്റിൽ ചെല്ലിപ്പോയത് എല്ലാവരും ചെല്ലും. അങ്ങനെ ചെല്ലിട്ട് നോക്കുമ്പോ ഇതാ വാഗ്ദത്തം ചെയ്ത് ലംഘിക്കൽ മുനാഫിക്കിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ. നല്ല നീയത്തിൽ ചെല്ലണം. ഞമ്മ ഉള്ളത് എത്ര സാധ്യമുണ്ട് അത്ര മാത്രം ചെല്ലും. കഴിവില്ലാത്തത് പോലെ കീർത്തിക്കാൻ പാടില്ല. കഴിവുള്ളത് മാത്രം കേൾക്കണം. ഒരു 50 തരാൻ കഴിഞ്ഞവരോട് 50 മാത്രം കേൾക്കും. 1,00,000 തരാൻ കഴിഞ്ഞവരോട് 1,00,000 മാത്രം കേൾക്കും. അൽഹംദുലില്ലാഹ് നല്ല പള്ളിക്കല്ല പൈന്റ് കൊടുത്താൽ സ്വന്തം കാണും. അല്ലാഹു ചന്താക്കിയവർക്ക് അല്ലാഹു ആഫിയത്തും റാഹത്തും സന്തോഷം അല്ലാഹു നൽകട്ടെ. ആരെങ്കിലും ചില സ്ഥലത്തല്ല ഞാൻ പള്ളി പോകുമ്പോൾ ലിസ്റ്റ് അബൂബക്കറിൻ്റെത് 2,000 ബാക്കി, മുഹമ്മദിൻ്റെത് 3,000 ബാക്കി. ഇവിടുത്തെ മുഹമ്മദ് അബൂബക്കറല്ല. നിങ്ങൾ വേറെ ചെല്ലി കൊടുത്തത് എനിക്ക് വിഷയമൊക്കെ ഞാൻ വന്നിട്ട് നമ്മളെ ഹസനാച്ചൻ്റെ വരലുണ്ടായി. അവർ വന്നിട്ട് അവർക്ക് അവർ വന്നിട്ടില്ലല്ലേ, അവർ വിസ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വരുമ്പോൾ ഫോണാക്കിയിട്ടുമില്ല, ഞാൻ ഫോണാക്കിയിട്ടില്ല. എനിക്ക് പോയി കൊന്തുണ്ട് ഉസ്താദ് ചെല്ലി, എനിക്ക് ബതി കൊന്തു, ഞാൻ വന്നുകൊണ്ടുള്ള ഉസ്താദ് ചെല്ലി. അപ്പൊ അബൂബക്കറിന്റെ ബാക്കി, മുഹമ്മദിന്റെ ബാക്കി, ആയിഷയുടെ ബാക്കി, ഫാത്തുമാന്റെ ബാക്കി, പോത്തുമാന്റെ ബാക്കി. എന്താവും ബാക്കിയാക്കി? ഇത് ബാക്കിയാക്കുന്ന ആയിക്ക് സെക്രട്ടറിക്കാ പ്രസിഡന്റിനാ? അല്ല, അല്ലാഹ്. ഈ ഒരു സംഖ്യ കൊടുക്കുന്ന അള്ളാഹ്. മദ്രസന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി മക്കൾക്ക് ഒരു സംഖ്യ കൊടുക്കുന്നില്ലേ, അത് അള്ളാഹ് കൊടുക്കും. അള്ളാന്റെ കടം ബാക്കി വെച്ചിട്ട് നീ എത്ര വലിയ മൂഫാണെങ്കിലും ഫായ്ദ ഉണ്ടായി. അള്ളാന്റെ കടം ബാക്കി വെക്കാതെ അത് മുന്നേ കൊടുക്കണം. അള്ളാന്റെ കടം അത് മുന്നേ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ആരും ബാക്കി വെച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് ഏത് വൈൻറ്റിന്റെ വിഷയമായിട്ട് മറ്റൊരു വിഷയമായിട്ട് ഏത് വിഷയമാണ് എഴുതിയിട്ട് ബാക്കി വെക്കാതെ എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ചൊല്ലുമ്പോൾ ബാക്കിയൊന്നും കാണുന്നില്ല. ആമീൻ ചോങ്ങില്ല. അള്ളാഹു കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ കൊടുക്കും ധൈര്യം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മളെ അള്ളാഹു നോക്കുന്നത് നമ്മളെ നിയ്യത്ത്, ദിൽ കൈസാ ഹേ. നിങ്ങൾക്ക് അറിയില്ലേ, അള്ളാഹിന്റെ റസൂൽ, ഞാൻ പെട്ടെന്ന് ഇതൊരു സംഭവം പറഞ്ഞ് ഞാൻ വഴന്ന് മതിയാക്കാം. അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ, ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വന്നിട്ട് നിസ്കാരം അന്നല്ലേ 45 ആ 45 ഞാൻ വരുന്നു. മുന്നേ വന്നതല്ല പള്ളി കുത്തുബത്തെ ഒരു മണിക്കേ വരുന്ന. അപ്പൊ ആ റൂഡി ഒഴിവാക്കണോ? ബാങ്ക് പള്ളിയിൽ നിന്ന് വന്ന് ഇരുന്നിട്ട് കേൾക്കണോ? ഉമ്മമാർ ഉദു എടുത്തിട്ട് മുസല്ലയിൽ ഇരുന്നിട്ട് ബാങ്ക് കേൾക്കണോ? അത് ഖൈറ്, അത് ഈമാന്റെ അടയാളം. അല്ലാഹു ആ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. ഒരു 5 മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ വന്നിട്ട് ഉദു എടുത്തിട്ട് ഇത്തികാഫിന് നിയത്തും വെച്ചിട്ട് പള്ളിയിൽ നിന്നിട്ട് മുഅദ്ദിൻ സാഹിബ് കൊടുക്കുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയമൊന്നുമല്ല. ബോധക്ഷനായവന്റെ ആദരത്തിൽ ബാങ്ക് കൊടുക്കുകയും ബോധക്ഷമില്ലാതെയാവും. പ്രാന്തന്റെ ആദരത്തിൽ പോയി ബാങ്ക് കൊടുത്താൽ പ്രാന്ത് മാറിപ്പോവും. എത്രയോ അപകടങ്ങളെത്തോട് സലാമത്തുള്ള ഒരു വലിയ ആളാണ് ബാങ്ക് വലിയ പവറുള്ളതാണ്. അതുകൊണ്ടല്ലേ യാത്ര പോകുന്ന സമയത്ത് ഉംറക്ക് ഹജ്ജിന് പോകുമ്പോ ആ വീട്ടുകാർ അത്ര ആളുണ്ട്, അത്ര ആൾ ബാങ്ക് കൊടുക്കണോ. ഓൻ യാത്ര പോണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു യാത്ര പോകുമ്പോ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ബാങ്ക് കൊടുക്കണം. ഓൻ തിരിഞ്ഞു നോക്കുന്നില്ല, ഓൻ കാറിൽ കയറുന്നവരെ ബാങ്ക് കൊടുക്കണം. ആ ബാങ്ക് കാരണമായിട്ട് എല്ലാ സഫറിൽ ബർക്കത്താവും, ശൈത്താന്റെ ശല്യമില്ലാതാവും, ഇബ്ലീസിന്റെ ശർറിൽ നിന്നുള്ള ദൂരത്താക്കും. അതുപോലെ ബോധക്ഷനായ മറ്റേ അമർദ്ദപ്പിച്ച് വീണ് ചേർപ്പി വെക്കുന്നില്ല, താക്കോൽ കൊടുക്കുന്നില്ല, ഇതാക്കണം. ബാങ്ക് കൊടുക്കണം. ചവിട്ടി അല്ലാഹു ശിഫാക്കുന്നു. ബാങ്കിന് എത്ര ഫൗറുണ്ട്, അത് വിഷയത്തിൽ കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിനെ കാത്തുകൊണ്ടുണ്ട് സഹാബാക്കൾ. ജമാഅത്തിനെ കാത്തുകൊണ്ട് നിസ്കരിക്കാൻ സമയമായി പോയി. അപ്പോ അള്ളാഹിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ചെല്ലി എല്ലാം പറഞ്ഞു നോക്കുന്നു. അതാ വരുന്ന സ്വർഗത്തില്. എല്ലാം അത്ഭുതപ്പെട്ടു. അള്ളാഹിന്റെ റസൂൽ കളവ് പറയും ഇല്ലല്ലേ?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണ്, അയാൾ സ്വർഗത്തില്. 2 ദിവസമായി 3 ദിവസമായി അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ പറ്റി സ്വർഗത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി വരുന്ന സംഭവം, ഒരാളെ സംബന്ധിച്ച് 3 പ്രാവശ്യം 3 നാളും പറഞ്ഞു സ്വർഗത്തില്. അപ്പൊ ഒരാൾക്ക് ആശയായി, പഠിച്ചറപ്പെ ഇത്ര ഞമ്മളെ പറ്റിയെന്നുള്ള സുറ്റില്ല സ്വർഗത്തിൽ, അയാൾ സ്വർഗത്തിൽ പോകാൻ കാരണം എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസത്തെ സംസ്കരിച്ചതിന് ശേഷം ഇയാളെ ബാക്കിൽ അംറു ബിൻ അബ്ദുല്ലാഹിൽ ആസ് റളിയല്ലാഹു അൻഹു പോയി. അബ്ദുല്ലാഹി ബിൻ അംറു ആസ് റളിയല്ലാഹു അൻഹു ബാക്കിൽ പോയി. ഇടക്ക് നിങ്ങൾ ഞാൻ വിരുന്നുകാരനായിട്ട് ബാക്കിലാണ്. ഓ അൽഹംദുലില്ലാഹ്, വരി. ഒരാൾ വിരുന്നുകാരായിട്ട് പേരെ നമുക്ക് സന്തോഷം. വിരുന്നുകാർ അതിഥി സൽക്കാരുള്ളത് വലിയ ബർക്കത്താ. ഒരു പുരക്ക് ഒരു വിരുന്നൊരു വന്നെങ്കിൽ അവർക്ക് ഒരു 3-4 നാൾ വരെ എന്താക്കണം, അവർക്ക് നല്ല ബൊമ്മത്താക്കി കൊടുക്കണം. ഒരു 7 നാൾ കഴിഞ്ഞാൽ കേൾക്കണം. ഇപ്പൊ ഇന്ന് പോയി എപ്പോ വേണ്ട കേൾക്കണം, ഇല്ല പോകാലോ കേൾക്കണില്ലല്ലേ. ഒരു പോകാത്ത കാണുമ്പോ പിന്നെ കേൾക്കോ, നിങ്ങൾ ഇന്ന് പോയി എപ്പോ വന്നവോ പോതെ കാണുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2-3 ദിവസം ഇരുന്നിട്ട് പിന്നെ പോയില്ലെങ്കിൽ പണി കൊടുക്കണം. പണി എന്ത് പണി? ഒരാൾക്ക് അടക്കുന്നത്, ഒരാൾക്ക് പത്രം കത്തുന്നത്, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക, ഒരാൾക്ക് കറി ഉണ്ടാക്കുന്നത് കൊടുക്കണം. അപ്പൊ ഇത് ബർക്കത്തായി. എന്റെ മോമിനികളെ അതിഥി സൽക്കാരം വലിയ ബർക്കത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നു, ഞാൻ വന്നു വാതിന് വന്നു, നമ്മൾ അസനാച്ച കൊണ്ടേ ബർക്കത്ത് കൽക്കാരാണ്. അല്ലാഹു ബർക്കത്താക്കട്ടെ. അതുപോലെ ഉസ്താദുമാർക്ക് എപ്പോഴും ബുദ്ധി കടത്തുന്ന ബർക്കത്തല്ലേ, അല്ലാഹു ബർക്കത്താക്കട്ടെ. സ്വർഗത്തിന്റെ ഭക്ഷണം അല്ലാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനി അല്ലെ അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ വടാലപ്പള്ളി സ്വർഗത്തിൽ നിന്ന് ചെല്ലിയപ്പോ അബ്ദുല്ലാഹ് ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുസാഫിറായിട്ട് ഇയാൾ പരക്ക് പോയി. 3 ദിവസം ഇരിക്കുന്നു, ഒരു സംഗതിയും കാണുന്നില്ല, എക്സ്ട്രാ ആയിട്ട് ഒരു അമലും കാണുന്നില്ല. 3-ാം ദിവസം കേട്ട്, അല്ലയോ സ്വഹാബിയെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണ്. എന്തേ കാരണം എന്നറിയില്ല, നിങ്ങളെ അമലൊന്നും കൂടുതൽ ഞാൻ കാണുന്നില്ല. അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത്, അബ്ദുല്ലാഹ് ബിൻ അംറു ആസ് തങ്ങളെ, എപ്പോഴും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. എന്താണ് ദുആ? അല്ലാഹുവേ, അല്ലാഹുവേ, പാവങ്ങളെ കാണുമ്പോ അല്ലാഹ് ഒരു കരുണ എനിക്ക് തരണമല്ലാ. ആരോട് അസൂയ കാണിക്കുന്ന, ആരോട് നെഞ്ചു കാണിക്കുന്ന, പോരു കാണിക്കുന്ന മനസ്സ് എനിക്ക് തരല്ല അല്ലാഹ്.